എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമല്ലയോ എന്ന യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം തീ പോലെയാണ്. അത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ്. ദൈവം മുൾപ്പടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷനായി. മുൾപ്പടർപ്പ് കത്തുകയാണ്. മുൾപ്പടർപ്പ് കത്തുന്ന കാഴ്ച എന്തെന്ന് കാണുവാൻ മോശെ മുൾപ്പടർപ്പിനോടടുത്തപ്പോൾ കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് ദൈവം മോശയോട് സംസാരിക്കുവാൻ തുടങ്ങി. ദൈവം മോശയോട് പറഞ്ഞു, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു. ഞാൻ അവരെ മിസ്രൈമ്യ അടിമത്വത്തിൽ നിന്ന് വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ദൈവം മോശയോട് പറഞ്ഞു, നീ ഫറവോൻ്റെ അടുക്കൽ ചെല്ലണം. നീ ഫറവോനോട് പറയണം, എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കാം. നീ അവനോട് പറയണം, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ജനത്തെ ഞാൻ വിടുവിക്കും. പ്രിയപ്പെട്ടവരെ, മോശെ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ഫറവോനോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ എബ്രായരുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു, എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കാം. അത് കേട്ടപ്പോൾ ഫറവോൻ പറഞ്ഞു, യഹോവ ആരാണ്? ഞാനവരെ വിട്ടയക്കത്തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ ആരാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ പരിഹസിക്കുകയും മോശയെ പരിഹസിക്കുകയും ഇസ്രായേൽ മക്കളെ വീണ്ടും അടിമത്വത്തിലേക്ക് അവരുടെ ജീവനെ കൈപ്പാക്കിക്കൊണ്ട് അവരെ കഠിനവേലകളാൽ കഷ്ടപ്പെടുത്തുവാനും തുടങ്ങി. ജനമെല്ലാം ആ കഷ്ടതയുടെ തീച്ചൂളയ്ക്കകത്ത് മോശയോട് പിറുപിറുത്തു. മോശ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നീ എന്തിനാണ് എന്നെ അയച്ചത്? ദൈവം മോശയോട് പറഞ്ഞു, ഞാനിപ്പോൾ ചിലത് ചെയ്യാൻ പോവുകയാണ്. ശക്തിയുള്ള കൈ കണ്ടിട്ട് ഫറവോൻ നിങ്ങളെ വിട്ടയക്കും. അതെ, ശക്തിയുള്ള കൈ അവൻ കാണാൻ പോവുകയാണ്. ഫറവോൻ വിട്ടയക്കും. ദൈവം മോശയോട് ശക്തിയുള്ള കൈ കാണുമെന്ന് പറഞ്ഞപ്പോൾ മോശയ്ക്ക് ബലമായി. ദൈവം ചെയ്യാൻ പോവുകയാണ്. എന്നാൽ പ്രിയരെ, ദൈവം മോശയ്ക്ക് പുതിയ ആലോചനകളൊന്നും കൊടുത്തില്ല. ആദ്യം പറഞ്ഞ വചനം കേട്ടപ്പോൾ ഫറവോൻ വിട്ടയക്കാതിരുന്നു എന്നുള്ള സത്യമാണ്, പരിഹസിച്ചു എന്നുള്ള സത്യമാണ്. എന്നാൽ ദൈവം പുതിയ ആലോചനകളൊന്നും കൊടുത്തില്ല. ദൈവം വീണ്ടും മോശയോട് പറഞ്ഞു, നീ ഫറവോനോട് പറയണം, എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കാം. പ്രിയപ്പെട്ടവരെ, പാറയെ അടിക്കാൻ വേണ്ടിയാണ്, പൊട്ടിക്കാൻ വേണ്ടിയാണ് കൂടമെടുക്കുന്നത്, വലിയ ചുറ്റികൾ എടുക്കുന്നത്. ചില പഴക്കമുള്ള പാറകളെയൊക്കെ അടിക്കാൻ തുടങ്ങുമ്പോൾ ഒരടിക്കൊന്നും പാറ പൊട്ടില്ല. പാറമടയിൽ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം, ഒരടി കൊണ്ടൊന്നും പൊട്ടില്ല. വീണ്ടും 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 അവരടിക്കും. ഒരു വട്ടം അടിച്ചിട്ട് ചുറ്റിക കൊള്ളില്ല എന്ന് പറഞ്ഞ്, കൂടം കൊള്ളില്ലെന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിക്കാറില്ല. വീണ്ടും വീണ്ടും അവരടിച്ചുകൊണ്ടിരിക്കും. അവർക്കറിയാം, ഓരോ അടിയിലും അടിത്തട്ടിൽ ചിലത് സംഭവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ വചനത്തിൻ്റെ ശക്തി എന്താണെന്ന് അവൻ കാണും. ഞാൻ പറഞ്ഞത് കേവലം ഒരു വാക്കുപോലെയാണ് അവന് തോന്നിയത്. എൻ്റെ വചനത്തിന് മുൻപിൽ ധാർഷ്ട്യം കാണിച്ച പരിഹാസിക്ക് വചനം കൊണ്ട് തന്നെ ഞാൻ മറുപടി കൊടുക്കും. പുതിയതൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞത് തന്നെ നീ പറഞ്ഞാൽ മതി. 10 പ്രാവശ്യം മോശയെ ചുറ്റിക കൊണ്ട് പാറയടിക്കുന്നത് പോലെ അതേ ചുറ്റിക എടുത്തു. ദൈവം പറഞ്ഞ വചനം, എൻ്റെ ജനത്തെ
ആരാധിപ്പാൻ വിട്ടയക്കുക. പ്രിയപ്പെട്ടവരെ, അതിങ്ങനെ മുഴങ്ങിക്കൊണ്ടേ ഇരുന്നു. ആ വചനത്തിൻ്റെ അകത്ത് നിന്ന് ശക്തിയുള്ള കൈ വെളിപ്പെട്ടു വന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളെ നോക്കി, നിങ്ങളുടെ അസാധ്യതകളെ നോക്കി, ഇന്നലകളിൽ ദൈവം നിങ്ങൾക്ക് നൽകിയ വിടുതലിൻ്റെ വചനത്തെ, രക്ഷയുടെ വചനത്തെ ഇന്ന് പകലും പ്രഖ്യാപിക്കുക. ആ വചനം ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ആ വചനത്തെ കൽപ്പിക്കുക. നിങ്ങളുടെ അസാധ്യതകൾ നോക്കി കൽപ്പിക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഉറപ്പ് തരികയാണ്, വചനത്തിൻ്റെ അകത്ത് നിന്ന് ശക്തിയുള്ള കൈ പുറത്തു വരും. വചനത്തിൻ്റെ അകത്ത് നിന്ന് ശക്തിയുള്ള കൈ പുറത്തു വരും. നാളുകളായി നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയത്തെ ആരാധിക്കുവാൻ കഴിയാതെ, പുറത്തു വരാൻ കഴിയാതെ, മുന്നേറുവാൻ കഴിയാതെ കെട്ടിയിടുന്ന മേഖലകളെ, ബന്ധനങ്ങളെ അഴിച്ചുകൊണ്ട് ഇന്ന് പകൽ നീ ഉരുവിടുന്ന വചനം തന്നെ നിന്നെ പുറപ്പെടുവിക്കും. നിനക്ക് സ്വാതന്ത്ര്യം നൽകും. വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.